Hello students, this video ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ലാബിന്റെ ഷെയർഡ് മെമ്മറി കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് പ്രോഗ്രാംസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ്ലി നമുക്ക് ഷെയർഡ് മെമ്മറി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഈസ് എ മെമ്മറി ഷെയർഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പ്രോസസ്സസ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം? അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടു ഓർ മോർ പ്രോസസ്സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പലധികം സിസ്റ്റം കോൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഏതൊക്കെയാണ് സിസ്റ്റം കോൾസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഷെയർഡ് മെമ്മറി, എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഷെയർഡ് മെമ്മറി വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈസ് എ കൺസെപ്റ്റ് വേർ two or more processes can access the common memory and communication is done via this shared memory where changes made by one process can be viewed by another process. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് രണ്ട് പ്രോസസ്സ് കണ്ടിട്ടുണ്ട്, ടു ഓർ മോർ പ്രോസസ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം സെയിം ഏരിയ ഷെയറിംഗ് ആണ് വരുന്നത്, അതുകൊണ്ടാണല്ലോ ഷെയർ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന കോൾസ് സിസ്റ്റം കോൾസ് അതൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു മെയിനായിട്ട് 5 സിസ്റ്റം കോളാണ്. അതോടൊപ്പം തന്നെ പ്രോസസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടു ഓർ മോർ പ്രോസസ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫോർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോളൊക്കെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണം, നമുക്കൊന്നിൽ കൂടുതൽ പ്രോസസ്സ് വേണ്ട കേസസിൽ. അപ്പോൾ അതിൽ 5 സിസ്റ്റം കോൾസാണ് നമ്മളിതൊരു ഷെയർഡ് മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ ആണ് FTOK ഓഫ്. FTOK എന്ന് പറഞ്ഞാൽ ഈസ് യൂസ് ടു ജനറേറ്റ് എ യുണീക്ക് കീ. അതായത് നമുക്കൊരു സെഗ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് FTOK ഓഫ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഫങ്ഷൻ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർബിട്രറി വാല്യൂ, അതായത് കീ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ദി ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓരോ സെഗ്മെൻ്റ് ആയിട്ടാണല്ലോ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീ യൂസ് ചെയ്യുന്നത്. കീ എന്ന് പറഞ്ഞാൽ ഐദർ ആൻ ആർബിട്രറി വാല്യൂ ഓർ വൺ ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി ലൈബ്രറി ഫങ്ഷൻ FTOK ഓഫ്. അപ്പോൾ ഒരു ആർബിട്രറി വാല്യൂ അല്ലെങ്കിൽ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും കീ എന്ന് പറയുന്നത്. അപ്പോൾ കീ ക്യാൻ ഓൾസോ ബി എന്താ പറയുക IPC പ്രൈവറ്റ്, അതായത് ക്ലയൻറ്റ് ആൻഡ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി റണ്ണിങ് പ്രോസസ്സസ്, അതായത് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും ആ പർട്ടിക്കുലർ എന്താ പറയുക കീ നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി. അപ്പം ഇഫ് ദ ക്ലയൻറ്റ് വാണ്ട്സ് ടു യൂസ് ഷെയർഡ് മെമ്മറി വിത്ത് ദിസ് കീ ദെൻ ഇറ്റ് മസ്റ്റ് ബി എ ചൈൽഡ് പ്രോസസ് ഓഫ് ദി സെർവർ. അപ്പം സെർവർ ആൻഡ് ക്ലയൻറ്റ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയും, ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, പേരൻ്റ് ആൻഡ് ചൈൽഡ് എന്നാണ് പറയുക. അപ്പം നമുക്കൊരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സെർവറിൻ്റെ ചൈൽഡ് ആയിരിക്കണം a client. അതുപോലെ തന്നെ ചൈൽഡ് പ്രോസസ് നീഡ്സ് ടു ബി ക്രിയേറ്റഡ് ആഫ്റ്റർ ദ പേരൻറ്റ് ഹാസ് ഒബ്റ്റെയിൻഡ് എ ഷെയർഡ് മെമ്മറി. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കീയുടെ യൂസേജ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ SHM get ആണ്. SHM get എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ദ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് ഓർ യൂസ് ആൻ ഓൾറെഡി ക്രിയേറ്റഡ് ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. അപ്പം SHM get എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SHM get. അപ്പം അതിനകത്ത് കുറച്ച് ഫംഗ്ഷനാണ്, സിസ്റ്റം കോളാണ്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പം അത് ഇൻറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന റിട്ടേൺ വാല്യൂ. അപ്പം ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, SHM get എന്നാണ് നെയിം. ദെൻ അതിനകത്ത് 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അത് സ്പേസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ കീ ഉണ്ട്, സൈസ് ഉണ്ട്, SHM ഫ്ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പം 3 വാല്യൂസാണ് ഈ ആർഗ്യുമെൻ്റ് ആയിട്ട് SHM ഗെറ്റിനകത്ത് വരുന്നത്. സൈസ് കീ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. റെക്കഗ്നൈസ് ദ ഷെയർഡ് മെമ്മറി, അത് FTOK എന്ന് പറയുന്ന ലൈബ്രറി ഫങ്ഷൻ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് കീ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈസാണ്. സൈസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് റൗണ്ടഡ് ടു മൾട്ടിപ്പിൾ ഓഫ് പേജ് സൈസ്. അപ്പോൾ അത് എത്രയാണോ സൈസ്, ഓരോ സെഗ്മെൻറ്റിൻ്റെ സൈസ് വരുന്നത് അതാണ് സൈസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ SHM ഫ്ലാഗ് ആണ്. അപ്പം SHM ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ ദ റിക്വയർഡ് ഷെയർഡ് മെമ്മറി ഫ്ലാഗ് സച്ച് ആസ് IPC ക്രിയേറ്റ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ IPC ക്രിയേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതായത് ക്രിയേറ്റിംഗ് ന്യൂ സെഗ്മെൻറ്റ്. അപ്പം അത് ഏതാണോ ഫ്ലാഗ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിനകത്ത് വരുന്നത്. IPC EXCL ഫംഗ്ഷനൊക്കെ നിങ്ങൾ IPC നമ്മൾ പൈപ്പൊക്കെ പഠിച്ചപ്പോൾ കണ്ടതാണ്. അപ്പം എന്താണ് ഫ്ലാഗ് ഏതൊക്കെയാണെന്നുള്ളതാണ് SHM ഫ്ലാഗിനകത്ത് വരുന്നത്. അപ്പം അതിനകത്ത് പെർമിഷൻസൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്.
SHM ഫ്ലാഗിനകത്ത്. അപ്പം നമ്മൾ SHM ഗെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോളാണ്. അപ്പം റിട്ടേൺ വാലിഡ് ഷെയർഡ് മെമ്മറി. അപ്പം നമ്മൾ റിട്ടേൺ വാല്യൂ ഉണ്ടെന്നുള്ളത് എവിടാണ് ഇൻറ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പം റിട്ടേൺ എ വാലിഡ് ഷെയർഡ് മെമ്മറി ഐഡൻറ്റിഫയർ. അപ്പോൾ എന്താണ് യൂസ് ഫോർ ഫർദർ കോൾസ് ഓഫ് ഷെയർഡ് മെമ്മറി. അപ്പം നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഐഡൻറ്റിഫയർ യൂസ് ചെയ്യാം. അപ്പം ഓൺ സക്സസ്, അതായത് സിസ്റ്റം കോൾ സക്സസ് ആണെങ്കിൽ വാലിഡായിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ റിട്ടേൺ ചെയ്യും. -1 ആണെങ്കിൽ അത് അങ്ങനെ ഒരു നമുക്ക് എക്സിസ്റ്റഡ് അല്ല, എറർ ആയിരിക്കും. -1 എന്ന് പറഞ്ഞാൽ ഫെയിലർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാണ്? SHM-AT എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. AT എന്ന് പറയുന്നത് അറ്റാച്ചിങ് എ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് ടു ദ അഡ്രസ് സ്പേസ് ഓഫ് ദി കോളിംഗ് പ്രോസസ്സ്. അപ്പം അഡ്രസ് സ്പേസുമായിട്ടൊരു അറ്റാച്ചിങ് ആണ് SHM-AT എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം SHM-ATക്കും സിൻടാക്സും കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? SHM-AT, SHM-ID ഉണ്ട്, SHM അഡ്രസ് ഉണ്ട്, SHM ഫ്ലാഗ് ഉണ്ട്. SHM-ID എന്ന് പറഞ്ഞാൽ ഇസ് ദ ഐഡൻറ്റിഫയർ ഓഫ് ദ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. അപ്പം ID എന്ന് പറഞ്ഞാൽ ഷെയർഡ് മെമ്മറി ഐഡൻറ്റിഫയർ ആണ്, വിച്ച് ഈസ് ദ റിട്ടേൺ വാല്യൂ ഓഫ് SHM ഗെറ്റ് സിസ്റ്റം കോൾ. അതാണ് നമ്മൾ പറഞ്ഞത്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് SHM ഗെറ്റിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ പിന്നീടുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. അത് ആ പർട്ടിക്കുലർ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റിൻ്റെ ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. അഡ്രസ്സ് പറഞ്ഞാൽ ഏത് സ്പേസുമായിട്ടാണ് നമുക്ക് ഷെയറിങ് ഒക്കെ വേണ്ടതെന്നുള്ളതാണ്. ടു സ്പെസിഫൈ ദ അറ്റാച്ചിങ് അഡ്രസ്. അപ്പം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ SHM അഡ്രസ്സ് പറഞ്ഞാൽ നള്ളാണെങ്കിൽ ദ സിസ്റ്റം ബൈ ഡീഫോൾട്ട് ചൂസസ് ദ സ്യൂട്ടബിൾ അഡ്രസ് ടു അറ്റാച്ച് ദി സെഗ്മെൻറ്റ്. നള്ള് ഒന്നും ഓൾറെഡി അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അസൈൻ ചെയ്യും. നോട്ട് നള്ളാണെങ്കിൽ നമ്മൾ ഫ്ലാഗിനകത്ത് SHM ഫ്ലാഗിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത്, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്പേസ് എന്താ പറയുക, ഏത് ഷെയർഡ് മെമ്മറി ആണോ എന്നുള്ളതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കും. അതായത് അഡ്രസ് മസ്റ്റ് ബി SHM അഡ്രസ് മസ്റ്റ് ബി എ പേജ് അലൈൻഡ് അഡ്രസ് അറ്റ് വിച്ച് ദ ഷെയർഡ് മെമ്മറി അറ്റാച്ച്ഡ് ഒക്കേഴ്സ്. അല്ലെ, എവിടെ വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതൊക്കെയാണ് SHM അഡ്രസ്സിനകത്ത് വരുന്നത്. പിന്നെ SHM ഫ്ലാഗ് നമുക്കറിയാം, സ്പെസിഫൈസ് എ റിക്വയർഡ് ഷെയർഡ് മെമ്മറി ഫ്ലാഗ്സ്. ഓക്കെ, അതായത് പെർമിഷൻസ് ആണ് മെയിൻലി ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SHM-AT എന്ന് പറയുന്ന സിസ്റ്റം കോളിനകത്ത് വരുന്നത്. അതായത് അഡ്രസ് സ്പേസുമായിട്ടുള്ളൊരു ലിങ്കാണ് മെയിൻലി ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ SHM-DT ആണ് അല്ലേ. SHM-DT എന്ന് ഓക്കെ സോറി, അതിന് മുമ്പായിട്ട് നമ്മൾ ആ സിസ്റ്റം കോളിൻ്റെ ഓൺ സക്സസ്സിൽ എന്തായിരിക്കും സംഭവിക്കുക? റിട്ടേൺ ദ അഡ്രസ് ഓഫ് അറ്റാച്ച്ഡ് ഷെയർഡ് മെമ്മറി സെഗ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അല്ലാത്ത കേസസിൽ -1 ആയിരിക്കും. ഫെയിലർ ആവുന്ന കേസ്, നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ -1 എന്നുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് സിസ്റ്റം കോൾ SHM-DT ആണ്. SHM-DT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിറ്റാച്ചിങ് ദ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് ഫ്രം ദി അഡ്രസ് സ്പേസ് ഓഫ് ദി കോളിംഗ് പ്രോസസ്സ്. അപ്പം ഡിറ്റാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കിനി അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്കതിനെ തിരിച്ച് ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പം അതിനും ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് സ്പേസ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ് SHM അഡ്രസ് ഈസ് ദ അഡ്രസ് ഓഫ് ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് ടു ബി ഡിറ്റാച്ച്ഡ്. ഓക്കെ, അപ്പം നമ്മൾ SHM-AT ഇത് അറ്റാച്ച്ഡ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? SHM-AT വെച്ച് നമുക്ക് സിസ്റ്റം കോൾ വെച്ചിട്ട് നമുക്ക് കിട്ടിയ അഡ്രസ് സ്പേസ് ഉണ്ടല്ലോ, അതായിരിക്കണം ഡിറ്റാച്ച് ചെയ്ത് വിടേണ്ടത്. അപ്പം സക്സസ് ആണെങ്കിൽ, അതായത് SHM-DT എന്ന് പറയുന്നത് സക്സസ് ആണെങ്കിൽ റിട്ടേൺ 0, അല്ലെങ്കിൽ -1 ആണെങ്കിൽ ഫെയിലിയർ എന്നുള്ളൊരു കേസായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റാച്ചിങ് മാത്രമേ SHM-DT വെച്ച് ഡിറ്റാച്ചിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് ആ സ്പേസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SHM-CTL എന്ന് പറയുന്ന സിസ്റ്റം കോൾ. അപ്പം ഏതൊക്കെ ആർഗ്യുമെൻ്റാണ്? കൺട്രോൾ ഓപ്പറേഷൻസ് ആണ് ആക്ച്വലി SHM-CTL എന്ന് പറയുന്ന സിസ്റ്റം കോൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? SHM-ID ആണ്. SHM-ID എന്ന് പറഞ്ഞാൽ ഇസ് ഐഡൻറ്റിഫയർ ഓഫ് ദി ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. അപ്പം
ആ സെഗ്മെൻറ്റിനെ നമ്മൾ SHM ഗെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് സെഗ്മെൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് CMD ആണ്, കമാൻഡ് ടു പെർഫോം ദ റിക്വയർഡ് കൺട്രോൾ ഓപ്പറേഷൻ ഓൺ ദി ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. അപ്പോൾ അത് പല ഇതുണ്ട് കേട്ടോ. നമ്മൾ കൺട്രോൾ CMD എന്ന് പറയുന്നത് പല വാല്യൂസ് ഉണ്ട്, അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ RMID ഇങ്ങനെ കുറേ IPC_set IPC_stat IPC_RMID IPC_info SHM_info ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ SHM കൺട്രോളിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം SHM IPC RMID എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന CMD ആണെങ്കിൽ മാർക്സ് ദ സെഗ്മെൻറ്റ് ടു ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, അതായത് ദ സെഗ്മെൻറ്റ് ഈസ് ഡിസ്ട്രോയ്ഡ് ഓൺലി ആഫ്റ്റർ ദി ലാസ്റ്റ് പ്രോസസ് ഹാസ് ഡിറ്റാച്ച്ഡ് ഇറ്റ്. ഞാനതൊന്നും സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്ട്രോയ്, നമുക്ക് സ്പേസ് ആവശ്യമില്ലെങ്കിൽ ആ വാല്യൂസൊക്കെ കൊടുക്കുക. അപ്പോൾ തേർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പം നള്ളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ നള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഷെയർഡ് മെമ്മറി കൺസെപ്റ്റ്, അതായത് IPC മെക്കാനിസം ത്രൂ ഷെയർഡ് മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള സിസ്റ്റം കോൾസ്. പിന്നെ ഈ 2 പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ത്രൂ ഷെയർഡ് മെമ്മറി കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടെന്നുള്ളതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇല്ലസ്ട്രേഷൻ ഓഫ് ഷെയർഡ് മെമ്മറിയാണ്. അപ്പോൾ ഷെയർഡ് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്തെടുക്കുക. ഒരു പ്രോസസ്സ് റൈറ്റ് ചെയ്യുക, ഒരു പ്രോസസ്സിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുക. അപ്പോൾ റൈറ്റ് ടു ഷെയർഡ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യണം SHM ഗെറ്റ് വെച്ചിട്ട്. പിന്നെ ഷെയർഡ് മെമ്മറി MAT വെച്ചിട്ട് അഡ്രസ് സ്പേസുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് അതിനകത്തോട്ട്, അതായത് റീഡ് ദ മെസ്സേജ്, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത മെസ്സേജ് നമ്മൾ ഷെയർഡ് മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോസസ്സുണ്ട്, മേ ബി ചൈൽഡ് പ്രോസസ്സാണ്, അത് ഷെയർഡ് മെമ്മറിക്കകത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ അഗെയിൻ ആ സെയിം സ്പേസ് തന്നെ യൂസ് ചെയ്യാണ്. അപ്പോൾ SHM ഗെറ്റ് എന്ന് പറയുന്നത്. ദെൻ SHM AT, അപ്പം ആ സെയിം അഡ്രസ് സ്പേസിൽ നിന്ന് നമുക്ക് സ്ട്രിങ് ഗെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെസ്സേജ് SHM DT വെച്ചിട്ട് ഡിറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ടൊരു ഷെയർഡ് മെമ്മറി ഇല്ലസ്ട്രേഷനാണ്. അതൊരു മെസ്സേജ് ഒരു മെമ്മറി ഏരിയയിലോട്ട് റൈറ്റ് ചെയ്ത് അത് വേറൊരു പ്രോസസ്സ് റീഡ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വന്ന് 2-way ഷെയർഡ് മെമ്മറിയാണ്. അപ്പോൾ 2-way എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പ്രോസസ്സിലും മെസ്സേജ് സെൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പേരൻറ്റ് ചൈൽഡാണ്, പേരൻറ്റ് പ്രോസസ്സിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് ചൈൽഡ് റീഡ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ചൈൽഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് പേരൻറ്റും റീഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതൊന്നും കറക്റ്റായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റായാൽ മതി. അപ്പം SHM ഗെറ്റ് വെച്ചിട്ട് നമ്മൾ മെമ്മറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറി ക്രിയേറ്റ് അല്ല, നമുക്ക് ഏത് പോർഷൻ ഏത് സെഗ്മെൻറ്റാണോ വേണ്ടത് അത് ചെയ്യുന്നു. പിന്നെ മെസ്സേജ് നമ്മൾ റീഡ് ചെയ്തത് മെമ്മറിക്കകത്ത് റൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പേരൻ്റ് വേറൊരു പ്രോസസ്സും സെൻറ്ററായിട്ട് പേരൻറ്റിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസീവർ, ഇപ്പം ചൈൽഡ് ആണെങ്കിൽ അവിടുന്ന് റിസീവ് ചെയ്ത മെസ്സേജ് നമ്മളിവിടെ റീഡ് ചെയ്യുന്നു. അതാണ് സെൻറ്റർ ചെയ്യുന്നത്. റിസീവർ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെയിം മെമ്മറി സ്പേസ് യൂസ് ചെയ്യും. ദെൻ അതായത് സെൻറ്ററിൽ നിന്ന് കിട്ടിയ മെസ്സേജ് ഇവിടെ റീഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു മെസ്സേജ് ഷെയർഡ് മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യും. അപ്പോൾ അതാണ് മെയിനായിട്ട് 2-way എന്ന് പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഷെയർഡ് മെമ്മറി കൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.